പന്തീരങ്കാവ് ഗാർഹിക പീഡനക്കേസിൽ ഇപ്പോൾ യുവതിയുടെ വീട്ടിൽ മൊഴിയെടുക്കാൻ അന്വേഷണ സംഘം എത്തിയിട്ടുണ്ട്. അർജുൻ മട്ടന്നൂരാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. അർജുൻ, ഗുരുതര ആരോപണങ്ങളാണ് യുവതിയും യുവതിയുടെ കുടുംബവും ഈ പ്രതിയായ രാഹുലിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. ഇപ്പോൾ മൊഴിയെടുക്കാൻ അന്വേഷണ സംഘം എത്തിയിട്ടുണ്ടോ? എന്താണ് കൂടുതൽ വിവരങ്ങൾ? അല്പസമയം മുമ്പാണ് ഫറൂഖ് ACPയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം എറണാകുളം നോർത്ത് പറവൂരിലെ പെൺകുട്ടിയുടെ വീട്ടിലെത്തിയത്. പെൺകുട്ടിയുടെ മൊഴിയെടുക്കാൻ വേണ്ടിയാണ് അന്വേഷണ സംഘം എത്തിയത്. നേരത്തെ പന്തീരക്കാവ് പോലീസാണ് ആദ്യം കേസ് രജിസ്റ്റർ ചെയ്തത്. എന്നാൽ അന്വേഷണം നടന്നില്ല. മാത്രവുമല്ല, ഈ പരാതി പ്രകാരമുള്ള വകുപ്പുകൾ കൃത്യമായി ചുമത്തിയില്ല തുടങ്ങിയ ആരോപണങ്ങൾ ഉയരുകയും അത് വലിയ വിവാദമാകുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് അന്വേഷണം ഫറൂഖ് ACPയെ ഏൽപ്പിച്ചത്. ഫറൂഖ് ACP സാജു കെ എബ്രഹാമിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് ഇപ്പോൾ എറണാകുളം നോർത്ത് പറവൂരിലെത്തിയത്. ഈ പെൺകുട്ടിയുടെ വീട്ടിൽ ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ മൊഴിയെടുക്കൽ ആരംഭിക്കും. പെൺകുട്ടി അതോടൊപ്പം തന്നെ പെൺകുട്ടിയുടെ രക്ഷിതാക്കളുടെ അടക്കം മൊഴിയും ഒരുപക്ഷെ രേഖപ്പെടുത്തിയേക്കും. നേരത്തെ വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയിരുന്നില്ല. സ്ത്രീധന നിരോധന നിയമപ്രകാരവും ഗാർഹിക പീഡന നിയമപ്രകാരമുള്ള വകുപ്പുകളായിരുന്നു ആദ്യം ചുമത്തിയത്. വധശ്രമത്തിനുള്ള വകുപ്പുകൾ ചുമത്തണം എന്ന ആവശ്യം വീട്ടുകാർ ഉന്നയിക്കുകയും അത് വലിയ തോതിൽ ചർച്ചയാവുകയും ചെയ്തതിന് പിന്നാലെയാണ് വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയത്. എന്തായാലും ഇന്ന് മൊഴിയെടുക്കുന്നത് ഏറെ നിർണായകമാണ്. ഈ കേസിൽ ആദ്യഘട്ടത്തിൽ പോലീസ് കൃത്യമായ ഒരു അന്വേഷണം നടത്തിയില്ല എന്ന് ആരോപണം ഉയർന്നിരുന്നു. മാത്രവുമല്ല, അതിനെതിരെ വ്യാപകമായ വിമർശനം പ്രതിപക്ഷ നേതാവും അതോടൊപ്പം തന്നെ ഡിവൈഎഫ്ഐയും വനിതാ കമ്മീഷനും അടക്കമുള്ളവരും പോലീസിനെ തള്ളിക്കൊണ്ട് രംഗത്തെത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് പുതിയ അന്വേഷണ സംഘം വരുന്നത്. മാത്രമല്ല, കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ഈ വീട്ടിലെത്തിയ അന്വേഷണ സംഘം ഈ പെൺകുട്ടിയുടെ മൊഴിയെടുക്കാൻ ആരംഭിക്കും. അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാകുക. ഈ പ്രതിക്കായി ലുക്കൌട്ട് സർക്കുലർ അടക്കം ഇറക്കിയെങ്കിൽ പോലും ഈ പ്രതി വിദേശത്തേക്ക് കടന്നു എന്ന ചില സൂചനകളാണ് പുറത്തു വരുന്നത്. അതായത് ഗാർഹിക പീഡനക്കേസിൽ അന്വേഷണ സംഘം ഇപ്പോൾ യുവതിയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ മൊഴി രേഖപ്പെടുത്തും. അർജുൻ മട്ടന്നൂരാണ് വിശദാംശങ്ങൾ നൽകുന്നത്.